പശ്ചിമേഷ്യയിൽ നീണ്ടുനിൽക്കുന്ന സംഘർഷങ്ങൾക്ക് അറുതി വരുത്താനുള്ള സമാധാന ചർച്ചകൾ നിർണായക ഘട്ടത്തിൽ പുരോഗമിക്കുന്നതിനിടെ മേഖലയെ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തിക്കൊണ്ട് വെടിനിർത്തൽ കരാർ ലംഘിച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ ശക്തമായ സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് തായ്വാന്റെ ചരക്കുകപ്പലിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണമാണ് പുതിയ സംഘർഷങ്ങൾക്ക് അടിയന്തര കാരണമായി മാറിയത്. ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഒട്ടും സമയം കളയാതെ അമേരിക്കൻ സൈന്യം ഇറാനിലെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ വ്യോമാക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ഇറാന്റെ മിസൈൽ, ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങളും അവരുടെ അത്യാധുനിക റഡാർ സംവിധാനങ്ങളും തങ്ങളുടെ ആക്രമണത്തിൽ പൂർണ്ണമായും തകർത്തതായി അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഔദ്യോഗികമായി അറിയിച്ചു. സമാധാനത്തിന്റെ പാതയിലേക്ക് മേഖല നീങ്ങുന്നു എന്ന പ്രതീക്ഷകൾക്ക് കനത്ത തിരിച്ചടിയാണ് ഈ പെട്ടെന്നുള്ള സൈനിക നീക്കങ്ങൾ നൽകിയിരിക്കുന്നത്. അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യം കടുത്ത വിയോജിപ്പുകളിലേക്കും ഭീഷണികളിലേക്കും വഴിമാറിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ അമേരിക്ക ഏകപക്ഷീയമായി നടത്തിയ ഈ ആക്രമണത്തിന് അവർക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്നും ഇതിൽ അമേരിക്കയ്ക്ക് പശ്ചാത്തപിക്കേണ്ടി വരുമെന്നും ഇറാന്റെ പാർലമെന്ററി ദേശീയ സുരക്ഷാ കമ്മീഷൻ അധ്യക്ഷനായ ഇബ്രാഹിം അസീസി കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഇറാൻ ഇതിനെ കാണുന്നത്. ആഗോള ചരക്കു നീക്കത്തിന്റെ കേന്ദ്രബിന്ദുവായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പലുകളുടെ സുരക്ഷിത യാത്ര തങ്ങളുടെ താൽപര്യങ്ങൾക്കും സുരക്ഷാ മാനദണ്ഡങ്ങൾക്കും വിധേയമായിരിക്കുമെന്ന് ഇറാൻ മുൻപ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ അവകാശവാദത്തെയും ഇറാന്റെ കപ്പലാക്രമണത്തെയും ബുദ്ധിശൂന്യമായ നിയമലംഘനമെന്ന് വിശേഷിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ഇബ്രാഹിം അസീസി രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. ട്രംപ് ഭരണകൂടം അന്താരാഷ്ട്ര ചർച്ചകളുടെ അടിസ്ഥാന തത്വങ്ങൾ പാലിക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും അമേരിക്കയുടെ ഇത്തരം ഭീഷണിയുടെയും കുറ്റപ്പെടുത്തലിന്റെയും നയം ഇനി ഇറാനോട് നടപ്പാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമാധാന ചർച്ചകൾക്ക് ഇരിക്കുമ്പോൾ തന്നെ സൈനിക നടപടികളിലേക്ക് കടക്കുന്ന അമേരിക്കയുടെ ഇരട്ടത്താപ്പാണ് ഇവിടെ പ്രകടമാകുന്നതെന്ന് ഇറാൻ ആരോപിച്ചു. അമേരിക്കൻ ആക്രമണത്തിന് പകരമായി മേഖലയിലുടനീളമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളെയും അവരുടെ സഖ്യകക്ഷികളുടെ കേന്ദ്രങ്ങളെയും തങ്ങൾ കൃത്യമായി ലക്ഷ്യമിട്ടിട്ടുണ്ടെന്ന് ഇറാന്റെ സൈനിക വിഭാഗം അറിയിച്ചു. ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേസമയം തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ സൈനിക നടപടിയെ പൂർണ്ണമായും ന്യായീകരിക്കുന്ന നിലപാടിലാണ് അമേരിക്ക ഉറച്ചു നിൽക്കുന്നത്. ആക്രമണത്തിലൂടെ തന്നെ തിരിച്ചടി നൽകും എന്ന കർശനമായ സന്ദേശമാണ് വൈറ്റ് ഹൗസ് നൽകുന്നത്. ഇറാൻ ഇതിനകം തന്നെ വെടിനിർത്തൽ കരാർ ഒപ്പിട്ടതാണെന്നും അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ വിയോജിപ്പുകളോ ഉണ്ടായിരുന്നുവെങ്കിൽ അത് നയതന്ത്ര മേശപ്പുറത്ത് ചർച്ച ചെയ്യാമായിരുന്നുവെന്നും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കി. കരാർ ലംഘിച്ച് അന്താരാഷ്ട്ര കപ്പൽ പാതകളിൽ ഇറാൻ ഇനിയും ആക്രമണം തുടർന്നാൽ അതിന്റെ പ്രത്യാഘാതം വളരെ രൂക്ഷമായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പശ്ചിമേഷ്യയിലെ വർഷങ്ങളായുള്ള യുദ്ധ സാഹചര്യം അവസാനിപ്പിക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത കുറയ്ക്കാനുമുള്ള സമഗ്രമായ അന്തിമ കരാറിലെത്തുന്നതിനായി ഇരുപക്ഷവും അതീവ നിർണായകമായ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്ന സുപ്രധാന സമയത്താണ് ഈ അപ്രതീക്ഷിത സൈനിക നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ലോകരാജ്യങ്ങൾ വലിയ പ്രതീക്ഷയോടെ നോക്കിക്കണ്ട സമാധാന ശ്രമങ്ങളെ ഈ പുതിയ സംഭവ വികാസങ്ങൾ പൂർണ്ണമായി നിഷ്പ്രഭമാക്കിയിരിക്കുകയാണ്. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും ഇരു രാജ്യങ്ങളും സൈനിക ശക്തി പ്രകടനത്തിലൂടെ പരസ്പരം സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ വലിയ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഇരു കൂട്ടരും തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് പിന്നോട്ടു പോകാൻ തയ്യാറാക്കാത്ത സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്കിലെ പുതിയ സംഘർഷങ്ങൾ പശ്ചിമേഷ്യയെ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ നിഴലിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്.